നമസ്കാരം. എല്ലാവർക്കും കേട്ടറ്റ് സിംപ്ലിഫൈഡ് എന്ന യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഈ വീഡിയോയിൽ കേട്ടറ്റ് കാറ്റഗറി 1ൻ്റെ EVS പെഡഗോഗിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ 30 MCQ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളത് ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക, ഈ ക്വസ്റ്റ്യൻസ് എല്ലാം പഠിക്കുക. ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്, മിക്കപ്പോഴും ചോദിക്കുന്നതാണ്. ഇത് എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക, വായിച്ചു നോക്കുക, പഠിക്കുക. നമുക്കിനി ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 1. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കൺസിഡേർഡ് എ ബേസിക് സയൻസ് പ്രോസസ് സ്കിൽ സ്യൂട്ടബിൾ ഫോർ പ്രൈമറി സ്റ്റുഡൻസ്? താഴെ പറയുന്നവയിൽ പ്രൈമറി വിദ്യാർത്ഥികൾക്ക് ഏറ്റവും അനുയോജ്യമായ അടിസ്ഥാന ശാസ്ത്ര പ്രക്രിയ നൈപുണ്യമായി കണക്കാക്കുന്നത് ഏതാണ്? ഓപ്ഷൻ എ എക്സ്പെരിമെൻറ്റിംഗ്, പരീക്ഷണം നടത്തൽ. ഓപ്ഷൻ ബി ഒബ്സർവേഷൻ, നിരീക്ഷണം. ഓപ്ഷൻ സി ഹൈപ്പോത്തസിസിംഗ്, സിദ്ധാന്തം രൂപീകരിക്കൽ. ഓപ്ഷൻ ഡി കൺട്രോളിംഗ് വേരിയബിൾസ്, വേരിയബിളുകൾ നിയന്ത്രിക്കൽ. നമുക്കിതിൻ്റെ ശരിയ ഉത്തരം നോക്കാം. ഓപ്ഷൻ ബി ഒബ്സർവേഷനാണ് ശരിയായ ഉത്തരം, അല്ലെങ്കിൽ നിരീക്ഷണം. ശാസ്ത്ര പഠനത്തിലെ ഏറ്റവും അടിസ്ഥാനപരമായ നൈപുണ്യമാണ് നിരീക്ഷണം. വസ്തുക്കളെയും സംഭവങ്ങളെയും കുറിച്ച് വിവരങ്ങൾ ശേഖരിക്കാൻ ഇന്ദ്രിയങ്ങളെ ഉപയോഗിക്കുന്നത് ഇതിൽപ്പെടുന്നു. അതായത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഒബ്സർവേഷൻ സ്കിൽ, അല്ലെങ്കിൽ നിരീക്ഷണം എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 2. According to NCF 2005, EVS at the primary stage should primarily focus on dash. NCF 2005 അനുസരിച്ച് പ്രൈമറി തലത്തിലെ പരിസര പഠനം പ്രാഥമികമായി ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് എവിടെയാണ്? ഓപ്ഷൻ എ മെമ്മറൈസിംഗ് സയൻറ്റിഫിക് ടേംസ്, ശാസ്ത്രീയ പദങ്ങൾ മനഃപ്പാഠമാക്കുക. ഓപ്ഷൻ ബി പാസിംഗ് ദ എക്സാമിനേഷൻ, പരീക്ഷ പാസ്സാകുക. ഓപ്ഷൻ സി ലിങ്കിങ് ക്ലാസ് റൂം ലേണിംഗ് ടു ലൈഫ് ഔട്ട്സൈഡ് സ്കൂൾ, ക്ലാസ് മുറിയിലെ പഠനത്തെ സ്കൂളിന് പുറത്തുള്ള ജീവിതവുമായി ബന്ധിപ്പിക്കുക. ഓപ്ഷൻ ഡി പ്രിപ്പയറിംഗ് ഫോർ ഹയർ ക്ലാസ്സസ്, ഉയർന്ന ക്ലാസ്സുകൾക്കായി തയ്യാറെടുക്കുക. ഇതിൽ ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്. ക്ലാസ് മുറിയിലെ പഠനത്തെ സ്കൂളിന് പുറത്തുള്ള ജീവിതവുമായി ബന്ധിപ്പിക്കുക. ലിങ്കിങ് ക്ലാസ് റൂം ലേണിംഗ് ടു ലൈഫ് ഔട്ട്സൈഡ് സ്കൂൾ. അറിവ് മനഃപ്പാഠമാക്കുന്ന രീതി ഒഴിവാക്കി പഠനത്തെ കുട്ടികളെ യഥാർത്ഥ ജീവിത സാഹചര്യങ്ങളുമായി ബന്ധിപ്പിക്കണമെന്ന് NCF 2005 ഊന്നി പറയുന്നു. Question number 3. The approach of EVS at the primary level is dash. പ്രൈമറി തലത്തിൽ പരിസര പഠനത്തിൻ്റെ സമീപനം എന്താണ്? ഓപ്ഷൻ എ ഡിസിപ്ലിനറി, അച്ചടക്കപരമായ. ഓപ്ഷൻ ബി ഇൻ്റർ ഡിസിപ്ലിനറി, അന്തർവൈജ്ഞാനികമായ. ഓപ്ഷൻ സി ഇൻ്റഗ്രേറ്റഡ്, സംയോജിതം. ഓപ്ഷൻ ഡി സ്പെഷ്യലൈസ്ഡ്, പ്രത്യേകമായ. ഇതിൽ ശരിയായ ഉത്തരം ഓപ്ഷൻ സി ഇൻ്റഗ്രേറ്റഡ് ആണ്, അതായത് സംയോജിതം. പ്രൈമറി തലത്തിൽ ശാസ്ത്രം, സാമൂഹിക ശാസ്ത്രം, പരിസ്ഥിതി വിദ്യാഭ്യാസം എന്നിവ സംയോജിപ്പിച്ചാണ് പരിസര പഠനം നടപ്പാക്കുന്നത്. At the primary level, EVS is taught as an integrated subject combining science, social science and environmental education. അപ്പോൾ ഓപ്ഷൻ സി ആണ് ശരിയ ഉത്തരം, സംയോജിതം അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റഡ്. ക്വസ്റ്റ്യൻ നമ്പർ 4. വിച്ച് മെത്തേഡ് ഈസ് ബെസ്റ്റ് സ്യൂട്ടഡ് ഫോർ ഡെവലപ്പിംഗ് സയൻറ്റിഫിക് ടെമ്പർ ഇൻ യങ് ചിൽഡ്രൻ? കൊച്ചുകുട്ടികളിൽ ശാസ്ത്രീയ മനോഭാവം വികസിപ്പിക്കാൻ ഏറ്റവും അനുയോജ്യമായ രീതി ഏതാണ്? ഓപ്ഷൻ എ ലെക്ചർ മെത്തേഡ്, പ്രഭാഷണ രീതി. ഓപ്ഷൻ ബി ഡിസ്കവറി മെത്തേഡ്, കണ്ടെത്തൽ രീതി. ഓപ്ഷൻ സി പാഠപുസ്തകം വായിക്കൽ, ടെക്സ്റ്റ് ബുക്ക് റീഡിംഗ്. ഓപ്ഷൻ ഡി കാണാപ്പാഠം പഠിക്കൽ, മെമ്മറൈസേഷൻ. ഇതിലെ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, കണ്ടെത്തൽ രീതി. കുട്ടികളെ സ്വയം പരീക്ഷണങ്ങൾ നടത്താനും ഉത്തരങ്ങൾ കണ്ടെത്താനും ഇത് പ്രോത്സാഹിപ്പിക്കുന്നു. ഇത് ശാസ്ത്രീയ മനോഭാവം വളർത്താൻ സഹായിക്കുന്നു. ഓപ്ഷൻ ബി ഡിസ്കവറി മെത്തേഡ് അല്ലെങ്കിൽ കണ്ടെത്തൽ രീതി. ഇതാണ് ശരിയായ ഉത്തരം. ക്വസ്റ്റ്യൻ നമ്പർ 5. എ ടീച്ചർ ആസ്ക്സ് സ്റ്റുഡൻസ് ടു സോർട്ട് ലീവ്സ് ബേസ്ഡ് ഓൺ ദെയർ ഷേപ്പ് ആൻഡ് സൈസ്. വിച്ച് സ്കിൽ ഈസ് ബീങ് പ്രാക്ടീസ്ഡ്? ഇലകളുടെ ആകൃതിയും വലിപ്പവും അടിസ്ഥാനമാക്കി അവയെ തരംതിരിക്കാൻ ഒരു അധ്യാപകൻ വിദ്യാർത്ഥികളോട് ആവശ്യപ്പെടുന്നു. ഇവിടെ ഏത് നൈപുണ്യമാണ് പരിശീലിക്കുന്നത്? ഓപ്ഷൻ എ ഒബ്സർവേഷൻ, നിരീക്ഷണം. ഓപ്ഷൻ ബി മെഷർമെൻറ്റ്, അളക്കൽ. ഓപ്ഷൻ സി ക്ലാസിഫിക്കേഷൻ, വർഗീകരണം. ഓപ്ഷൻ ഡി കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയം. ഇവിടെ ശരിയായ ഉത്തരം ഓപ്ഷൻ സി ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ വർഗീകരണം. പൊതുവായ സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ വസ്തുക്കളെ വ്യത്യസ്ത ഗ്രൂപ്പുകളായി തിരിക്കുന്ന പ്രക്രിയയാണിത്. ഇവിടെ ഇലകളുടെ ആകൃതിയും വലിപ്പം അടിസ്ഥാനമാക്കിയാണ് കുട്ടികൾ അവയെ തരംതിരിക്കുന്നത്. അപ്പോൾ ഇത് വർഗീകരണമാണ് അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷനാണ് ശരിയായ ഉത്തരം.
Question number 6. What is the primary purpose of field trips in EVS? പരിസര പഠനത്തിൽ ഫീൽഡ് ട്രിപ്പുകളുടെ പ്രാഥമിക ലക്ഷ്യം എന്താണ്? ഓപ്ഷൻ എ എൻ്റർടൈൻമെൻറ്റ്, വിനോദം. ഓപ്ഷൻ ബി പ്രൊവൈഡിംഗ് ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ്, നേരിട്ടുള്ള അനുഭവം നൽകുക. ഓപ്ഷൻ സി എസ്കേപ്പിംഗ് ക്ലാസ് റൂം ബോർഡം, ക്ലാസ് റൂമിലെ നിരസത ഒഴിവാക്കൽ. ഓപ്ഷൻ ഡി കംപ്ലീറ്റിംഗ് ദ സിലബസ് ഫാസ്റ്റർ, സിലബസ് വേഗത്തിൽ പൂർത്തിയാക്കൽ. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, നേരിട്ടുള്ള അനുഭവം നൽകുക. ക്ലാസ് മുറിക്ക് പുറത്ത് യഥാർത്ഥ ചുറ്റുപാടുമായി നേരിട്ട് സംവദിക്കാനും അനുഭവങ്ങൾ നേടാനും ഫീൽഡ് ട്രിപ്പുകൾ കുട്ടികളെ സഹായിക്കുന്നു. അതായത് പ്രൊവൈഡിങ് ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ്, ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. അതായത് ഒരു ക്ലാസ് മുറിയിൽ ഒതുങ്ങാതെ കുട്ടികൾക്ക് പുറത്തു പോയിട്ട് ചുറ്റുപാട് നിരീക്ഷിക്കാനും അവിടെ നിന്നുള്ള അനുഭവങ്ങൾ നേടാനും ഫീൽഡ് ട്രിപ്പുകൾ സഹായിക്കുന്നു. Question number 7. Which of these is a constructivist strategy in a science classroom? സയൻസ് ക്ലാസ് മുറിയിലെ നിർമ്മിതീവാദ തന്ത്രം ഇതിൽ ഏതാണ്? ഓപ്ഷൻ എ ഡിക്റ്റേറ്റിംഗ് നോട്ട്സ് എഴുതി കൊടുക്കൽ. ഓപ്ഷൻ ബി എൻഗേജിങ് സ്റ്റുഡൻസ് ഇൻ ഗ്രൂപ്പ് ഡിസ്കഷൻസ്, വിദ്യാർത്ഥികളെ ഗ്രൂപ്പ് ചർച്ചകളിൽ ഏർപ്പെടുത്തുക. ഓപ്ഷൻ സി സൈലൻ്റ് റീഡിംഗ്, നിശബ്ദ വായന. ഓപ്ഷൻ ഡി ടീച്ചർ ഡെമോൺസ്ട്രേറ്റിംഗ് വിത്തൗട്ട് സ്റ്റുഡൻറ്റ് ഇൻവോൾവ്മെൻറ്റ്, വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്താതെയുള്ള അധ്യാപകൻ്റെ പ്രകടനം. ഇതിൻ്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, വിദ്യാർത്ഥികളെ ഗ്രൂപ്പ് ചർച്ചകളിൽ ഏർപ്പെടുത്തുക. കുട്ടികൾ ആശയവിനിമയത്തിലൂടെയും സജീവ പങ്കാളിത്തത്തിലൂടെയും അറിവ് നിർമ്മിക്കുന്നു. ഇതാണ് നിർമ്മിതിവാദത്തിൻ്റെ അടിസ്ഥാനം. അതായത് അറിവ് നിർമ്മാണം നടക്കണമെങ്കിൽ എന്ത് ചെയ്യണം? കുട്ടികൾ തമ്മിൽ ആശയവിനിമയം ഉണ്ടാവണം, സജീവ പങ്കാളിത്തം ഉണ്ടാകണം. ഇതിന് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ വിദ്യാർത്ഥികളെ ഗ്രൂപ്പ് ചർച്ചകളിൽ ഏർപ്പെടുത്തുക എന്നതാണ്. എൻഗേജിങ് സ്റ്റുഡൻസ് ഇൻ ഗ്രൂപ്പ് ഡിസ്കഷൻസ്, അതാണ് ശരിയായ ഉത്തരം, ഓപ്ഷൻ ബി. Question number 8. The spiral curriculum in science means. ശാസ്ത്രത്തിലെ സ്പൈറൽ കരിക്കുലം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓപ്ഷൻ എ ടീച്ചിങ് എവറിഥിങ് അറ്റ് വൺസ്, എല്ലാം ഒരുമിച്ച് പഠിപ്പിക്കുക. ഓപ്ഷൻ ബി റീവിസിറ്റിംഗ് ടോപ്പിക്സ് വിത്ത് ഇൻക്രീസിംഗ് കോംപ്ലക്സിറ്റി, വർദ്ധിച്ചു വരുന്ന സങ്കീർണതയോടെ വിഷയങ്ങൾ വീണ്ടും പഠിക്കുക. ഓപ്ഷൻ സി സ്കിപ്പിംഗ് ഡിഫിക്കൽട്ട് ടോപ്പിക്സ്, ബുദ്ധിമുട്ടുള്ള വിഷയങ്ങൾ ഒഴിവാക്കുക. ഓപ്ഷൻ ഡി മൂവിങ് ഇൻ എ സർക്കുലർ പാത്ത്, വൃത്താകൃതിയിലുള്ള പാതയിലൂടെ നീങ്ങുക. ഇതിൽ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, വർദ്ധിച്ചു വരുന്ന സങ്കീർണതയോടെ വിഷയങ്ങൾ വീണ്ടും പഠിക്കുക. അതായത് അടിസ്ഥാന ആശയങ്ങൾ ആദ്യം പഠിപ്പിക്കുകയും പിന്നീട് ഉയർന്ന ക്ലാസ്സുകളിൽ കൂടുതൽ സങ്കീർണതയോടെ ആവർത്തിച്ച് പഠിപ്പിക്കുകയും ചെയ്യുന്ന രീതിയാണിത്. ഓപ്ഷൻ ബി റീവിസിറ്റിംഗ് ടോപ്പിക്സ് വിത്ത് ഇൻക്രീസിംഗ് കോംപ്ലക്സിറ്റി, ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. Question number 9. Which of the following is an example of an inference? താഴെ പറയുന്നവയിൽ അനുമാനത്തിന് ഉദാഹരണം ഏതാണ്? ഓപ്ഷൻ എ ദ ലീഫ് ഈസ് ഗ്രീൻ, ഇല പച്ചയാണ്. ഓപ്ഷൻ ബി ദ ടെമ്പറേച്ചർ ഈസ് 30 ഡിഗ്രി സെൽഷ്യസ്, താപനില 30 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓപ്ഷൻ സി ദ ഗ്രൗണ്ട് ഈസ് വെറ്റ് ബിക്കോസ് ഇറ്റ് റെയിൻഡ്, മഴ പെയ്തുകൊണ്ടാണ് തറ നനഞ്ഞത്. ഓപ്ഷൻ ഡി ദ സ്റ്റോൺ ഈസ് ഹാർഡ്, കല്ല് കട്ടിയുള്ളതാണ്. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം, മഴ പെയ്തതുകൊണ്ടാണ് തറ നനഞ്ഞത്, അല്ലെങ്കിൽ ദ ഗ്രൗണ്ട് ഈസ് വെറ്റ് ബിക്കോസ് ഇറ്റ് റെയിൻഡ്. നിരീക്ഷണങ്ങളുടെയും മുൻ അനുഭവങ്ങളുടെയും അടിസ്ഥാനത്തിൽ നാം എത്തിച്ചേരുന്ന യുക്തിസഹജമായ നിഗമനമാണ് അനുമാനം. അതായത് തറ നനഞ്ഞത് മഴ പെയ്തതുകൊണ്ടാണെന്ന് കുട്ടി തിരിച്ചറിയുന്നത് നിരീക്ഷണങ്ങൾ കൊണ്ടാണ്. അപ്പോൾ നിരീക്ഷണങ്ങളുടെയും മുൻ അനുഭവങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ നാം ഒരു തീരുമാനത്തിൽ എത്തിച്ചേരാറുണ്ട്. അതിന് നമുക്ക് എന്ത് പറയാം? അനുമാനം എന്ന് പറയാം. Question number 10. CCE Continuous and Comprehensive Evaluation emphasizes dash. നിരന്തരവും സമഗ്രവുമായ മൂല്യനിർണ്ണയം ഊന്നി പറയുന്നത് എന്തിനെയാണ്? ഓപ്ഷൻ എ ഓൺലി ആനുവൽ എക്സാമിനേഷൻസ്, വാർഷിക പരീക്ഷകൾ മാത്രം. ഓപ്ഷൻ ബി ഒബ്സർവിംഗ് ആൻഡ് റെക്കോർഡിംഗ് ലേണർ പ്രോഗ്രസ് ത്രൂ ഔട്ട് ദ ഇയർ, വർഷം മുഴുവനും പഠിതാവിൻ്റെ പുരോഗതി നിരീക്ഷിക്കുകയും രേഖപ്പെടുത്തുകയും ചെയ്യുക. ഓപ്ഷൻ സി കമ്പയറിംഗ് സ്റ്റുഡൻസ് വിത്ത് ഈച്ച് അതർ, വിദ്യാർത്ഥികളെ പരസ്പരം താരതമ്യം ചെയ്യുക. ഓപ്ഷൻ ഡി കണ്ടക്ടിങ് ഡെയിലി റിട്ടൺ ടെസ്റ്റ്, ദിവസേനയുള്ള എഴുത്തു പരീക്ഷകൾ നടത്തുക. ഇതിൽ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, വർഷം മുഴുവനും പഠിതാവിൻ്റെ പുരോഗതി. അതായത് വർഷാവസാനമുള്ള ഒരൊറ്റ പരീക്ഷയ്ക്ക് പകരം കുട്ടിയുടെ എല്ലാ കഴിവുകളെയും നിരന്തരമായി വിലയിരുത്തുന്നതിലാണ് CCE ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അതായത് ഒബ്സർവിംഗ് ആൻഡ് റെക്കോർഡിംഗ് ലേണർ പ്രോഗ്രസ് ത്രൂ ഔട്ട് ദ ഇയർ, ഒരു വർഷം മുഴുവൻ പഠിതാവിൻ്റെ പഠന പുരോഗതിയും എല്ലാ കാര്യങ്ങളും ഒബ്സർവ് ചെയ്ത് രേഖപ്പെടുത്തുന്നത്, ഇതാണ് CCE. Question number 11.
വിച്ച് ഓഫ് ദീസ് ഈസ് എ ചൈൽഡ് സെൻറ്റേഡ് അപ്രോച്ച് ഇൻ സയൻസ് എഡ്യൂക്കേഷൻ? ശാസ്ത്ര വിദ്യാഭ്യാസത്തിലെ കുട്ടി കേന്ദ്രീകൃത സമീപനം ഇതിലേതാണ്? ഓപ്ഷൻ എ ടീച്ചർ ലെഡ് ഡെമോൺസ്ട്രേഷൻസ്, അധ്യാപകൻ നയിക്കുന്ന പ്രകടനങ്ങൾ. ഓപ്ഷൻ ബി റോട്ട് ലേണിംഗ്, മനഃപ്പാഠമാക്കൽ. ഓപ്ഷൻ സി ഹാൻഡ്സ് ഓൺ ആക്ടിവിറ്റീസ്, പ്രായോഗിക പ്രവർത്തനങ്ങൾ. ഓപ്ഷൻ ഡി ചോക്ക് ആൻഡ് ടോക്ക് മെത്തേഡ്, ചോക്കും സംസാരവും രീതി. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, പ്രായോഗിക പ്രവർത്തനങ്ങൾ. കുട്ടികളുടെ സജീവ പങ്കാളിത്തത്തിനും സ്വയം ചെയ്തുള്ള പഠനത്തിനും പ്രാധാന്യം നൽകുന്നതാണ് കുട്ടി കേന്ദ്രീകൃത സമീപനം. അതായത് ഓപ്ഷൻ സി ഹാൻഡ്സ് ഓൺ ആക്ടിവിറ്റീസ്. ഇവിടെ കുട്ടിയാണ് പ്രധാനമായിട്ടും പഠനത്തിൻ്റെ കേന്ദ്രം, അല്ലെങ്കിൽ അവിടെ കുട്ടികളുടെ സജീവ പങ്കാളിത്തം എപ്പോഴും ഉണ്ടായിരിക്കണം. ക്വസ്റ്റ്യൻ നമ്പർ 12. ദ യൂസ് ഓഫ് കൺസെപ്റ്റ് മാപ്സ് ഇൻ സയൻസ് ഹെൽപ്സ് ടു ഡാഷ്. ശാസ്ത്രത്തിൽ ആശയഭൂപടങ്ങൾ ഉപയോഗിക്കുന്നത് എന്തിനു സഹായിക്കുന്നു? ഓപ്ഷൻ എ മെമ്മറൈസ് ഡെഫിനിഷൻസ് ഈസിലി, നിർവചനങ്ങൾ എളുപ്പത്തിൽ മനഃപ്പാഠമാക്കാൻ. ഓപ്ഷൻ ബി വിഷ്വലൈസ് കണക്ഷൻസ് ബിറ്റ്വീൻ കൺസെപ്റ്റ്സ്, ആശയങ്ങൾ തമ്മിലുള്ള ബന്ധം ദൃശ്യവൽക്കരിക്കാൻ. ഓപ്ഷൻ സി ഡെക്കറേറ്റ് ദ ക്ലാസ് റൂം വാൾസ്, ക്ലാസ് മുറിയുടെ ചുവരുകൾ അലങ്കരിക്കാൻ. ഓപ്ഷൻ ഡി പാസ് ദ എക്സാം ഈസിലി, പരീക്ഷ എളുപ്പത്തിൽ പാസ്സാകാൻ. ഇതിലെ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, ആശയങ്ങൾ തമ്മിലുള്ള ബന്ധം ദൃശ്യവൽക്കരിക്കാൻ. വ്യത്യസ്ത ആശയങ്ങൾ തമ്മിലുള്ള ബന്ധം വ്യക്തമായി മനസ്സിലാക്കാനും അവയെ ഗ്രാഫിക്കായി സംഘടിപ്പിക്കാനും ആശയഭൂപടങ്ങൾ സഹായിക്കുന്നു. വിഷ്വലൈസ് കണക്ഷൻസ് ബിറ്റ്വീൻ കൺസെപ്റ്റ്സ്, അതായത് ഒരു കൺസെപ്റ്റിനെ നമുക്ക് എന്ത് ചെയ്യാം, വിഷ്വലൈസ് ചെയ്യാൻ കഴിയുന്നത് ആശയഭൂപടങ്ങൾ ഉപയോഗിച്ചാണ്. തമ്മിലുള്ള ബന്ധങ്ങളൊക്കെ വ്യക്തമാക്കാൻ നമുക്ക് ഈ ഒരു രീതി പ്രയോഗിക്കാം. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. ക്വസ്റ്റ്യൻ നമ്പർ 13. The teacher shows a wilted plant and a fresh plant to students. This encourages. അധ്യാപകൻ ഒരു വാടിയ ചെടിയും പുതിയ ചെടിയും കുട്ടികളെ കാണിക്കുന്നു. ഇത് പ്രോത്സാഹിപ്പിക്കുന്നത് എന്ത്? ഓപ്ഷൻ എ കമ്പാരിസൺ സ്കിൽസ്, താരതമ്യം ചെയ്യാനുള്ള നൈപുണ്യം. ഓപ്ഷൻ ബി മെഷർമെൻറ്റ് സ്കിൽസ്, അളക്കാനുള്ള നൈപുണ്യം. ഓപ്ഷൻ സി ഹൈപ്പോത്തസിസിങ്, സിദ്ധാന്തം രൂപീകരിക്കൽ. ഓപ്ഷൻ ഡി ഡേറ്റ റെക്കോർഡിംഗ്, വിവരങ്ങൾ രേഖപ്പെടുത്തൽ. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്, കമ്പാരിസൺ സ്കിൽസ് അല്ലെങ്കിൽ താരതമ്യം ചെയ്യാനുള്ള നൈപുണ്യം. രണ്ട് വ്യത്യസ്ത അവസ്ഥകളിലുള്ള ചെടികളെ നിരീക്ഷിക്കുന്നതിലൂടെ അവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ കണ്ടെത്താനും താരതമ്യം ചെയ്യാനുമുള്ള കഴിവ് കുട്ടികളിൽ വർദ്ധിക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 14. ഹ്യൂറിസ്റ്റിക് മെത്തേഡ് ഓഫ് ടീച്ചിങ് വാസ് പ്രൊപ്പോസ്ഡ് ബൈ ഹൂം? ഹ്യൂറിസ്റ്റിക് ബോധന രീതി നിർദ്ദേശിച്ചത് ആര്? ഓപ്ഷൻ എ ജോൺ ഡ്യൂയി. ഓപ്ഷൻ ബി ജീൻ പിയാഷെ. ഓപ്ഷൻ സി എച്ച് ഇ ആംസ്ട്രോങ്. ഓപ്ഷൻ ഡി ലെവ് വൈഗോട്സ്കി. ശരിയായ ഉത്തരം ഓപ്ഷൻ സി എച്ച് ഇ ആംസ്ട്രോങ് ആണ്. കുട്ടികളെ കേവലം ശ്രോതാക്കളാക്കാതെ അന്വേഷകരും കണ്ടെത്തുന്നവരുമാക്കാൻ എച്ച് ഇ ആംസ്ട്രോങ് ഈ രീതി ആവിഷ്കരിച്ചു. ക്വസ്റ്റ്യൻ നമ്പർ 15. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എൻ ഇൻ്റഗ്രേറ്റഡ് പ്രോസസ് സ്കിൽ? താഴെ പറയുന്നവയിൽ സംയോജിത പ്രക്രിയ നൈപുണ്യം ഏതാണ്? ഓപ്ഷൻ എ ഒബ്സർവേഷൻ, നിരീക്ഷണം. ഓപ്ഷൻ ബി മെഷറിംഗ്, അളക്കൽ. ഓപ്ഷൻ സി ഡിഫൈനിങ് ഓപ്പറേഷണലി, പ്രവർത്തനപരമായ നിർവചനം. ഓപ്ഷൻ ഡി ക്ലാസിഫയിങ്, വർഗീകരണം. ഇതിലെ ശരിയായ ഉത്തരം ഓപ്ഷൻ സി പ്രവർത്തനപരമായ നിർവചനമാണ്. നിരീക്ഷണം പോലുള്ളവ അടിസ്ഥാന നൈപുണ്യങ്ങളാണെങ്കിൽ പ്രവർത്തനപരമായ നിർവചനം എന്നത് പരീക്ഷണങ്ങളിൽ ഉപയോഗിക്കുന്ന ഉയർന്ന തലത്തിലുള്ള സംയോജിത നൈപുണ്യമാണ്. അപ്പോൾ ഓപ്ഷൻ സി ഡിഫൈനിങ് ഓപ്പറേഷണലി ആണ് ശരിയായ ഉത്തരം. ക്വസ്റ്റ്യൻ നമ്പർ 16. The main objective of environmental studies at the primary level is? പ്രൈമറി തലത്തിൽ പരിസര പഠനത്തിൻ്റെ പ്രധാന ലക്ഷ്യം. ഓപ്ഷൻ എ മെമ്മറൈസിങ് എൻവയോൺമെൻറ്റൽ ഫാക്ട്സ്, പാരിസ്ഥിതിക വിവരങ്ങൾ മനഃപ്പാഠമാക്കുക. ഓപ്ഷൻ ബി സെൻസിറ്റൈസിങ് സ്റ്റുഡൻസ് ടു ദ എൻവയോൺമെൻറ്റ്, പരിസ്ഥിതിയോട് കുട്ടികളെ സംവേദനക്ഷമതയുള്ളവരാക്കുക. ഓപ്ഷൻ സി പ്രിപ്പയറിംഗ് ഫോർ സയൻസ് ഒളിമ്പിയാഡ്സ്, സയൻസ് ഒളിമ്പിയാഡുകൾക്ക് തയ്യാറെടുക്കുക. ഓപ്ഷൻ ഡി ഡെവലപ്പിംഗ് ഫ്യൂച്ചർ സയൻറ്റിസ്റ്റ്, ഭാവി ശാസ്ത്രജ്ഞരെ വാർത്തെടുക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, സെൻസിറ്റൈസിങ് സ്റ്റുഡൻസ് ടു ദ എൻവയോൺമെൻറ്റ്, പരിസ്ഥിതിയോട് കുട്ടികളെ സംവേദനക്ഷമതയുള്ളവരാക്കുക. പ്രകൃതിദത്തവും സാമൂഹികമായ ചുറ്റുപാടുകളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുകയും അവയോട് കരുതലുള്ള മനോഭാവം വളർത്തുകയുമാണ് ഈ പ്രധാന ലക്ഷ്യം. ക്വസ്റ്റ്യൻ നമ്പർ 17. വിച്ച് ഓഫ് ദീസ് ഈസ് നോട്ട് എ പ്രിൻസിപ്പിൾ ഓഫ് ടീച്ചിങ് EVS? പരിസര ബോധനത്തിൻ്റെ തത്വമല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ എ ഫ്രം നോൺ ടു അൺനോൺ, അറിയാവുന്നതിൽ നിന്ന് അറിയാത്തതിലേക്ക്. ഫ്രം സിമ്പിൾ ടു കോംപ്ലക്സ്, ലളിതമായതിൽ നിന്ന് സങ്കീർണമായതിലേക്ക്. ഫ്രം ലോക്കൽ ടു ഗ്ലോബൽ, പ്രാദേശികമായതിൽ നിന്ന് ആഗോളതലത്തിലേക്ക്.
ഫ്രം അബ്സ്ട്രാക്ട് ടു കോൺക്രീറ്റ്, അമൂർത്തമായതിൽ നിന്ന് മൂർത്തമായതിലേക്ക്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, അമൂർത്തമായതിൽ നിന്ന് മൂർത്തമായതിലേക്ക്, ഫ്രം അബ്സ്ട്രാക്ട് കോൺക്രീറ്റ്. ബോധനം എപ്പോഴും കുട്ടികൾക്ക് കാണാനും തൊടാനും കഴിയുന്നവയും. മൂർത്തം നിന്ന് ആശയങ്ങളിലേക്ക്, അമൂർത്തം പുരോഗമിക്കണം, നേരെ തിരിച്ചാകരുത്. Question number 18. A teacher provides scaffolding to students during an experiment. What does this mean? പരീക്ഷണത്തിനിടയിൽ അധ്യാപകൻ കുട്ടികൾക്ക് സ്കഫോൾഡിംഗ് നൽകുന്നു. ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? ഓപ്ഷൻ എ, ഡൂയിങ് ദ എൻറ്റയർ എക്സ്പെരിമെൻറ്റ് ഫോർ ദം, അവർക്കായി പരീക്ഷണം പൂർണ്ണമായും ചെയ്യുക. ഓപ്ഷൻ ബി, ഗീവിങ് ടെമ്പററി സപ്പോർട്ട് അണ്ടിൽ ദ ചൈൽഡ് ക്യാൻ ഡു ഇറ്റ് അലോൺ, കുട്ടിക്ക് തനിയെ ചെയ്യാൻ കഴിയുന്നതുവരെ താൽക്കാലിക പിന്തുണ നൽകുക. ഓപ്ഷൻ സി, പണിഷിംഗ് ദം ഫോർ മിസ്റ്റേക്സ്, തെറ്റുകൾക്ക് അവരെ ശിക്ഷിക്കുക. ഓപ്ഷൻ ഡി, ഇഗ്നോറിംഗ് ദെയർ ഡൗട്ട്സ്, അവരുടെ സംശയങ്ങൾ അവഗണിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, കുട്ടിക്ക് തനിയെ ചെയ്യാൻ കഴിയുന്നവരെ താൽക്കാലിക പിന്തുണ നൽകുക. ഗീവിംഗ് ടെമ്പററി സപ്പോർട്ട് അണ്ടിൽ ദ ചൈൽഡ് ക്യാൻ ഡു ഇറ്റ് അലോൺ. ഒരു കുട്ടിക്ക് സഹായമില്ലാതെ ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ ചെയ്യാൻ അധ്യാപകൻ നൽകുന്ന താൽക്കാലിക മാർഗനിർദ്ദേശമാണ് സ്കഫോൾഡിംഗ്. അത് ടെമ്പററി ആണ്. കുട്ടി അത് തന്നെ ചെയ്യാൻ പ്രാപ്തനാകുന്നത് വരെ സ്കഫോൾഡിംഗ് നൽകുക, അതിനുശേഷം നമുക്ക് നൽകേണ്ട കാര്യമില്ല. Question number 19. Which tool is best for documenting a child's unique achievements in science over time? ശാസ്ത്രത്തിൽ കാലക്രമേണ ഒരു കുട്ടിയുടെ സവിശേഷമായ നേട്ടങ്ങൾ രേഖപ്പെടുത്താൻ ഏറ്റവും അനുയോജ്യമായ ഉപകരണം ഏതാണ്? ഓപ്ഷൻ എ, അനക്ഡോട്ടൽ റെക്കോർഡ്. ഓപ്ഷൻ ബി, റേറ്റിംഗ് സ്കെയിൽ. ഓപ്ഷൻ സി, പോർട്ട്ഫോളിയോ. ഓപ്ഷൻ ഡി, ചെക്ക് ലിസ്റ്റ്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, പോർട്ട്ഫോളിയോ. ഒരു നിശ്ചിത കാലയളവിൽ വിദ്യാർത്ഥികൾ ചെയ്ത മികച്ച പ്രവർത്തനങ്ങളുടെ ശേഖരമാണിത്. ഇത് അവരുടെ പുരോഗതിയും കഴിവുകളും വ്യക്തമാക്കുന്നു. അപ്പോൾ ഓപ്ഷൻ സി, പോർട്ട്ഫോളിയോ ആണ് ശരിയായ ഉത്തരം. കളക്ഷൻ ഓഫ് റെക്കോർഡ്സ് ആണ് പോർട്ട്ഫോളിയോ. ക്വസ്റ്റ്യൻ നമ്പർ 20. വൈ ആർ സ്റ്റോറീസ് ആൻഡ് പോയംസ് യൂസ്ഡ് ഇൻ EVS ടെക്സ്റ്റ് ബുക്സ്? പരിസര പഠന പാഠപുസ്തകങ്ങളിൽ കഥകളും കവിതകളും ഉപയോഗിക്കുന്നത് എന്തുകൊണ്ട്? ഓപ്ഷൻ എ, ടു ഇൻക്രീസ് ദ നമ്പർ ഓഫ് പേജസ്, പേജുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ. ഓപ്ഷൻ ബി, ടു പ്രൊവൈഡ് എ കണ്ടക്സ്ച്വൽ ലേണിംഗ് എൻവയോൺമെൻറ്റ്, ഒരു സന്ദർഭോചിത പഠനാന്തരീക്ഷം ഒരുക്കാൻ. ഓപ്ഷൻ സി, ടു ഡീവിയേറ്റ് ഫ്രം ദ മെയിൻ ടോപ്പിക്, പ്രധാന വിഷയത്തിൽ നിന്ന് വ്യതിചലിക്കാൻ. ഓപ്ഷൻ ഡി, ബിക്കോസ് ദ ചിൽഡ്രൻ ഹേറ്റ് സയൻസ്, കുട്ടികൾക്ക് ശാസ്ത്രം ഇഷ്ടമല്ലാത്തതിനാൽ. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഒരു സന്ദർഭോചിത പഠനാന്തരീക്ഷം ഒരുക്കാൻ. കുട്ടികളുടെ ഭാവന ഉണർത്താനും വിവരങ്ങൾ രസകരമായ സന്ദർഭങ്ങളിലൂടെ അവതരിപ്പിച്ച് പഠനം ആനന്ദകരമാക്കുന്നതിനു വേണ്ടിയും നമുക്കിത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം, ടു പ്രൊവൈഡ് എ കണ്ടക്സ്ച്വൽ ലേണിംഗ് എൻവയോൺമെൻറ്റ്, അല്ലെങ്കിൽ കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു ലേണിംഗ് എൻവയോൺമെൻറ്റ് ഒരുക്കാൻ വേണ്ടിയാണ് കഥകളും കവിതകളും ഒക്കെ ഉപയോഗിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 21. ആൻ എക്സാമ്പിൾ ഓഫ് ആൻ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ ഇൻ എ സയൻസ് ക്ലാസ് ഈസ്? സയൻസ് ക്ലാസ്സിലെ തുറന്ന അന്ത്യമുള്ള ഓപ്പൺ എൻഡഡ് ചോദ്യത്തിന് ഉദാഹരണം ഏതാണ്? ഓപ്ഷൻ എ, വാട്ട് ഈസ് ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ, വെള്ളത്തിൻ്റെ തിളനില എത്രയാണ്. ഓപ്ഷൻ ബി, 3 സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ, പദാർത്ഥത്തിൻ്റെ 3 അവസ്ഥകൾ പറയുക. ഓപ്ഷൻ സി, വാട്ട് വുഡ് ഹാപ്പൻ ഇഫ് ദെയർ വെർ നോ ട്രീസ്, മരങ്ങളില്ലാതായാൽ എന്ത് സംഭവിക്കും. ഓപ്ഷൻ ഡി, ഈസ് ദ സൺ എ സ്റ്റാർ, സൂര്യൻ ഒരു നക്ഷത്രമാണോ. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, മരങ്ങളില്ലാതായാൽ എന്ത് സംഭവിക്കും. ഇത്തരം ചോദ്യങ്ങൾക്ക് ഒറ്റ വാക്കിൽ ഉത്തരമില്ല. കുട്ടികളുടെ ഭാവനയും വ്യത്യസ്തമായ ചിന്തകളെയും പ്രോത്സാഹിപ്പിക്കുന്നു. അപ്പോൾ ഓപ്പൺ എൻഡഡ് ചോദ്യങ്ങളെന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കിൽ ഉത്തരങ്ങൾ പറയാൻ കഴിയാത്ത ചോദ്യങ്ങളായിരിക്കും. ഇത് കുട്ടികളുടെ ഭാവന, ചിന്ത ഇതിനെയെല്ലാം ഒരുപാട് ഇംപ്രൂവ് ചെയ്യിക്കുന്ന അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കുന്ന ചോദ്യങ്ങളുമായിരിക്കും. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം, വാട്ട് വുഡ് ഹാപ്പൻ ഇഫ് ദെയർ വെർ നോ ട്രീസ്, മരങ്ങളില്ലാതായാൽ എന്ത് സംഭവിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 22. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആക്ടിവിറ്റീസ് പ്രൊമോട്ട്സ് എൻവയോൺമെൻറ്റൽ ലിറ്ററസി? താഴെ പറയുന്ന പ്രവർത്തനങ്ങളിൽ ഏതാണ് പാരിസ്ഥിതിക സാക്ഷരത പ്രോത്സാഹിപ്പിക്കുന്നത്? ഓപ്ഷൻ എ, വാച്ചിങ് എ മൂവി എബൌട്ട് നേച്ചർ, പ്രകൃതിയെക്കുറിച്ചുള്ള സിനിമ കാണുക. ഓപ്ഷൻ ബി, റീഡിങ് ആൻ എസ്സേ ഓൺ പൊല്യൂഷൻ, മലിനീകരണത്തെക്കുറിച്ചുള്ള ലേഖനം വായിക്കുക. ഓപ്ഷൻ സി, എ സ്കൂൾ ഗാർഡൻ പ്രോജക്റ്റ് മാനേജ്ഡ് ബൈ സ്റ്റുഡൻസ്, വിദ്യാർത്ഥികൾ നിയന്ത്രിക്കുന്ന സ്കൂൾ ഗാർഡൻ പ്രോജക്റ്റ്. ഓപ്ഷൻ ഡി, മെമ്മറൈസിങ് ദ നെയിംസ് ഓഫ് നാഷണൽ പാർക്സ്, ദേശീയോദ്യാനങ്ങളുടെ പേരുകൾ മനഃപ്പാഠമാക്കുക. ഓപ്ഷൻ സി ആണ്, വിദ്യാർത്ഥികൾ നിയന്ത്രിക്കുന്ന സ്കൂൾ ഗാർഡൻ പ്രോജക്റ്റ്, എ സ്കൂൾ ഗാർഡൻ പ്രോജക്റ്റ് മാനേജ്ഡ് ബൈ സ്റ്റുഡൻസ്.
പ്രായോഗിക പ്രവർത്തനങ്ങളിലൂടെ പ്രകൃതിയുമായി ഇടപെടുന്നത് പാരിസ്ഥിതിക അവബോധവും ഉത്തരവാദിത്തമുള്ള പെരുമാറ്റവും വളർത്തുന്നു. ഇതാണ് ഒരു എൻവയോൺമെൻറ്റൽ ലിറ്ററസി അല്ലെങ്കിൽ പാരിസ്ഥിതിക സാക്ഷരത പ്രോത്സാഹിപ്പിക്കുന്ന ആക്ടിവിറ്റി. ക്വസ്റ്റ്യൻ നമ്പർ 23. സയൻറ്റിഫിക് മെത്തേഡ് ബിഗിൻസ് വിത്ത്. ശാസ്ത്രീയ രീതി ആരംഭിക്കുന്നത് ഇതിലൂടെയാണ്. ഓപ്ഷൻ എ ഫോമിംഗ് എ ഹൈപ്പോത്തസിസ്, സിദ്ധാന്തം രൂപീകരിക്കൽ. ഓപ്ഷൻ ബി ഐഡൻറ്റിഫൈയിങ് എ പ്രോബ്ലം, ഒരു പ്രശ്നം തിരിച്ചറിയൽ. ഓപ്ഷൻ സി കണ്ടക്ടിങ് ആൻ എക്സ്പെരിമെൻറ്റ്, പരീക്ഷണം നടത്തൽ. ഓപ്ഷൻ ഡി ഡ്രോയിങ് എ കൺക്ലൂഷൻ, നിഗമനത്തിലെത്തൽ. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഒരു പ്രശ്നം തിരിച്ചറിയൽ. ഐഡൻറ്റിഫൈയിങ് എ പ്രോബ്ലം. ഏതൊരു ശാസ്ത്രീയ അന്വേഷണത്തിൻ്റെ തുടക്കം പരിഹരിക്കേണ്ട ഒരു പ്രത്യേക പ്രശ്നം അല്ലെങ്കിൽ ചോദ്യം കണ്ടെത്തുക എന്നതാണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം, ഒരു പ്രശ്നം തിരിച്ചറിയൽ. ക്വസ്റ്റ്യൻ നമ്പർ 24. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് റെമഡിയൽ ടീച്ചിങ് ഇൻ സയൻസ്? സയൻസിൽ പരിഹാര ബോധനത്തിൻ്റെ ലക്ഷ്യം എന്താണ്? ഓപ്ഷൻ എ ടു പണിഷ് വീക്ക് സ്റ്റുഡൻസ്, ദുർബലരായ വിദ്യാർത്ഥികളെ ശിക്ഷിക്കാൻ. ഓപ്ഷൻ ബി ടു അഡ്രസ് സ്പെസിഫിക് ലേണിംഗ് ഗ്യാപ്സ് ഇൻ സ്റ്റുഡൻസ്, വിദ്യാർത്ഥികളിലെ പ്രത്യേക പഠന പിന്നോക്കാവസ്ഥ പരിഹരിക്കുക. ഓപ്ഷൻ സി ടു ടീച്ച് അഡ്വാൻസ്ഡ് ടോപ്പിക്സ് ടു ഗിഫ്റ്റഡ് സ്റ്റുഡൻസ്, മിടുക്കരായ വിദ്യാർത്ഥികളെ ഉയർന്ന വിഷയങ്ങൾ പഠിപ്പിക്കാൻ. ഓപ്ഷൻ ഡി ടു കംപ്ലീറ്റ് സിലബസ് ക്വിക്ക്ലി, സിലബസ് വേഗത്തിൽ പൂർത്തിയാക്കാൻ. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, വിദ്യാർത്ഥികളിലെ പ്രത്യേക പഠന പിന്നോക്കാവസ്ഥ പരിഹരിക്കുക. പഠനത്തിൽ ബുദ്ധിമുട്ട് നേരിടുന്ന കുട്ടികളെ കണ്ടെത്തി അവരുടെ പോരായ്മകൾ പരിഹരിക്കാൻ ലക്ഷ്യബോധമുള്ള പിന്തുണ എന്നതാണ് പരിഹാര ബോധനം. ടു അഡ്രസ് സ്പെസിഫിക് ലേണിംഗ് ഗ്യാപ്സ് ഇൻ സ്റ്റുഡൻസ്, കുട്ടികളുടെ പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്നവർക്ക് വേണ്ട സഹായങ്ങൾ നൽകുന്നതിന് വേണ്ടിയാണ്, പഠിക്കാനുള്ള സഹായങ്ങൾ നൽകുക, അതിനുവേണ്ടിയാണ് പരിഹാര ബോധനം നടത്തുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 25. വിച്ച് സെൻസ് ഈസ് പ്രൈമറി വെൻ ഒബ്സർവിങ് ദ ടെക്സ്ചർ ഓഫ് എ ലീഫ്? ഒരു ഇലയുടെ പ്രതലം നിരീക്ഷിക്കുമ്പോൾ ഏത് ഇന്ദ്രിയത്തിനാണ് പ്രാധാന്യം? ഓപ്ഷൻ എ സൈറ്റ്, കാഴ്ച. ഓപ്ഷൻ ബി കേൾവി, ഹിയറിംഗ്. ഓപ്ഷൻ സി സ്മെൽ, ഗന്ധം. ഓപ്ഷൻ ഡി ടച്ച്, സ്പർശനം. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, സ്പർശനമാണ്. പ്രതലം എന്നത് ഒരു വസ്തു തൊടുമ്പോൾ അനുഭവപ്പെടുന്ന രീതിയെ സൂചിപ്പിക്കുന്നു. ഇതിന് സ്പർശനേന്ദ്രിയം ആവശ്യമാണ്. ഒരു ഇലയുടെ പ്രതലം സർഫസ് സ്മൂത്താണോ അല്ലെങ്കിൽ അവിടെ മറ്റെന്തെങ്കിലും ഉണ്ടോ എന്നറിയാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ടച്ച് ചെയ്ത് നോക്കാം, അല്ലേ? ചിലപ്പോൾ അവിടെ നാരുകൾ കാണാം, മുള്ളുകൾ കാണാം. ഇതൊക്കെ അറിയണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ചെറിയ ചെറിയ രോമങ്ങൾ കാണാം. നമുക്ക് എന്ത് ചെയ്യാം, ടച്ച് ചെയ്ത് നോക്കാൻ മാത്രമേ അത് കാണാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ സ്പർശനം. ഓപ്ഷൻ ബി ടച്ച് അല്ലെങ്കിൽ സ്പർശനം. ക്വസ്റ്റ്യൻ നമ്പർ 26. ഇൻ EVS ക്രിട്ടിക്കൽ തിങ്കിങ് ഈസ് ബെസ്റ്റ് ഡെവലപ്ഡ് ത്രൂ. പരിസര പഠനത്തിലെ വിമർശനാത്മക ചിന്ത മികച്ച രീതിയിൽ വികസിപ്പിക്കുന്നത് എങ്ങനെ? ഓപ്ഷൻ എ കോപ്പിയിങ് നോട്ട്സ് ഫ്രം ദ ബ്ലാക്ക് ബോർഡ്, ബോർഡിൽ നിന്ന് നോട്ട്സ് പകർത്തുക. ഓപ്ഷൻ ബി റിസൈറ്റിംഗ് ഡെഫിനേഷൻസ് ലൗഡ്ലി, നിർവചനങ്ങൾ ഉറക്കെ വായിക്കുക. ഓപ്ഷൻ സി അനലൈസിങ് ഹ്യൂമൻ ഇമ്പാക്റ്റ് ഓൺ നേച്ചർ, പ്രകൃതിയിൽ മനുഷ്യൻ ചെലുത്തുന്ന സ്വാധീനം വിശകലനം ചെയ്യുക. ഓപ്ഷൻ ഡി ഡ്രോയിങ് നീറ്റ് ഡയഗ്രാംസ്, വൃത്തിയുള്ള ചിത്രങ്ങൾ വരയ്ക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, പ്രകൃതിയിൽ മനുഷ്യൻ ചെലുത്തുന്ന സ്വാധീനം വിശകലനം ചെയ്യുക. അനലൈസിങ് ഹ്യൂമൻ ഇമ്പാക്റ്റ് ഓൺ നേച്ചർ, സാഹചര്യങ്ങളെ വിലയിരുത്താനും പ്രശ്നങ്ങളുടെ കാരണങ്ങളും അനന്തരഫലങ്ങളും ചിന്തിച്ച് മനസ്സിലാക്കാനും ഇത് വിദ്യാർത്ഥികളെ സഹായിക്കുന്നു. അപ്പോൾ ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. ക്വസ്റ്റ്യൻ നമ്പർ 27. വാട്ട് ഡസ് ലേണിംഗ് വിത്തൗട്ട് ബർഡൻ ഇംപ്ലൈ ഇൻ EVS? പരിസര പഠനത്തിൽ ഭാരമില്ലാത്ത പഠനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓപ്ഷൻ എ സ്റ്റുഡൻസ് ഷുഡ് നോട്ട് ക്യാരി സ്കൂൾ ബാഗ്സ്, വിദ്യാർത്ഥികൾ സ്കൂൾ ബാഗ് കൊണ്ടുപോകരുത്. ഓപ്ഷൻ ബി റെഡ്യൂസിങ് കോഗ്നിറ്റീവ് ലോഡ് ഓഫ് റോട്ട് ലേണിംഗ്, മനഃപ്പാഠമാക്കുന്നതിൻ്റെ വൈജ്ഞാനിക ഭാരം കുറയ്ക്കുക. ഓപ്ഷൻ സി നോ ഹോംവർക്ക് ഷുഡ് ബി ഗീവൺ, ഹോംവർക്ക് നൽകരുത്. ഓപ്ഷൻ ഡി എക്സാം ഷുഡ് ബി അബോളിഷ്ഡ്, പരീക്ഷകൾ നിർത്തലാക്കണം. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, മനഃപ്പാഠമാക്കുന്നതിൻ്റെ വൈജ്ഞാനിക ഭാരം കുറയ്ക്കുക. റെഡ്യൂസിങ് ദ കോഗ്നിറ്റീവ് ലോഡ് ഓഫ് റോട്ട് ലേണിംഗ്, അർത്ഥമറിയാതെ വിവരങ്ങൾ കാണാപ്പാഠം പഠിക്കുന്നതിന് പകരം ആശയങ്ങൾ ആനന്ദകരമായി മനസ്സിലാക്കാൻ യശ്പാൽ കമ്മിറ്റി റിപ്പോർട്ട് 1 നൽകുന്നു. മനഃപ്പാഠമാക്കുന്നതിനേക്കാൾ ഏറ്റവും ബെറ്റർ ആശയങ്ങൾ മനസ്സിലാക്കി അത് പഠിക്കുന്നതാണ്. എങ്കിൽ മാത്രമേ കുട്ടികളുടെ ഉള്ളിലേക്ക് അത് എപ്പോഴും ആഴത്തിൽ പതിയുകയുള്ളൂ. ക്വസ്റ്റ്യൻ നമ്പർ 28. ദ ഇൻ്റഗ്രേറ്റഡ് നേച്ചർ ഓഫ് EVS ഹെൽപ്സ് ഇൻ. പരിസര പഠനത്തിൻ്റെ സംയോജിത സ്വഭാവം സഹായിക്കുന്നത്. ഓപ്ഷൻ എ സേവിങ് ടീച്ചേഴ്സ് ടൈം, അധ്യാപകരുടെ സമയം ലാഭിക്കാൻ. ഓപ്ഷൻ ബി പാസിംഗ് ദ എക്സാംസ് ഈസിലി, പരീക്ഷകൾ എളുപ്പത്തിൽ പാസ്സാകാൻ. ഓപ്ഷൻ സി അണ്ടർസ്റ്റാൻഡിങ് ദ എൻവയോൺമെൻറ്റ് ഇൻ ഇറ്റ്സ് ടോട്ടാലിറ്റി, പരിസ്ഥിതിയെ അതിൻ്റെ പൂർണ്ണതയിൽ മനസ്സിലാക്കാൻ. ഓപ്ഷൻ ഡി സെപ്പറേറ്റിംഗ് സയൻസ് ഫ്രം സോഷ്യൽ സ്റ്റഡീസ്,
ശാസ്ത്രത്തെ സാമൂഹ്യ ശാസ്ത്രത്തിൽ നിന്ന് വേർതിരിക്കാൻ? ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്. അണ്ടർസ്റ്റാൻഡിങ് ദ എൻവയോൺമെന്റ് ഇൻ ഇറ്റ്സ് ടോട്ടാലിറ്റി. പരിസ്ഥിതിയെ അതിൻ്റെ പൂർണ്ണതയിൽ മനസ്സിലാക്കാൻ. കുട്ടികൾ ലോകത്തെ ഭാഗികമായല്ല മറിച്ച് പൂർണ്ണ രൂപത്തിലാണ് കാണുന്നത്. അറിവിനെ വിഷയങ്ങളായി വിഭജിക്കാതെ സമഗ്രമായി പഠിക്കാൻ ഇത് സഹായിക്കുന്നു. അപ്പോൾ കുട്ടികൾ ഒരു കാര്യത്തെ കുറിച്ച്. ക്വസ്റ്റ്യൻ നമ്പർ 29. വിച്ച് ഓഫ് ദീസ് ഈസ് എ ലോ കോസ്റ്റ് TLM ഫോർ ടീച്ചിങ് അബൌട്ട് സീഡ്സ്? വിത്തുകളെ കുറിച്ച് പഠിപ്പിക്കാൻ താഴെ പറയുന്നവയിൽ ഏതാണ് ചെലവ് കുറഞ്ഞ ബോധന സഹായി അല്ലെങ്കിൽ ലോ കോസ്റ്റ് TLM? ഓപ്ഷൻ എ പ്ലാസ്റ്റിക് സീഡ് മോഡൽ ബോട്ട് ഓൺലൈൻ. ഓൺലൈനിൽ വാങ്ങിയ ഒരു പ്ലാസ്റ്റിക് വിത്ത് മാതൃക. ഓപ്ഷൻ ബി സീഡ്സ് കളക്റ്റഡ് ഫ്രം ലോക്കൽ ഫ്രൂട്ട്സ്. പ്രാദേശിക പഴങ്ങളിൽ നിന്ന് ശേഖരിച്ച വിത്തുകൾ. ഓപ്ഷൻ സി ആൻ ഇൻട്രാക്റ്റീവ് ഡിജിറ്റൽ സ്മാർട്ട് ബോർഡ്. ഓപ്ഷൻ ഡി എക്സ്പെൻസീവ് ഗ്ലാസ് ജാർസ് ഫോർ ഡിസ്പ്ലേ. പ്രദർശനത്തിനുള്ള വില കൂടിയ ഗ്ലാസ് ഭരണികൾ. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്. സീഡ്സ് കളക്റ്റഡ് ഫ്രം ലോക്കൽ ഫ്രൂട്ട്സ്. പ്രാദേശിക പഴങ്ങളിൽ നിന്ന് ശേഖരിച്ച വിത്തുകൾ. ബോധന സഹായങ്ങൾ എളുപ്പത്തിൽ ലഭ്യമാകുന്നതും ചിലവില്ലാത്തതും കുട്ടികളുടെ പരിചിതമായ ചുറ്റുപാടിൽ നിന്നുള്ളതുമായിരിക്കണം. അപ്പോൾ പ്രാദേശിക പഴങ്ങൾ എന്ന് പറയുമ്പം നമുക്കൊരുപാടുണ്ടല്ലേ. മാങ്ങ, അതേപോലെ തന്നെ കശുവണ്ടി, ഇതൊക്കെ പ്രാദേശിക പഴങ്ങളാണ്. ഇതിൻ്റെയൊക്കെ വിത്തുകൾ നമുക്ക് ക്ലാസ്സിൽ കൊണ്ടുപോയി കാണിക്കാൻ കഴിയുന്നതാണ്. ചാമ്പയ്ക്ക, പേരയ്ക്ക, ഇതൊക്കെ പ്രാദേശിക പഴങ്ങളാണ്. ക്വസ്റ്റ്യൻ 30. എ ടീച്ചർ ആസ്ക് വൈ ഡു ബേർഡ്സ് ഫ്ലൈ ഇൻ ഗ്രൂപ്പ്സ്? ദിസ് എൻകറേജസ്. പക്ഷികൾ കൂട്ടമായി പറക്കുന്നത് എന്തുകൊണ്ട് എന്ന് അധ്യാപകൻ ചോദിക്കുന്നു. ഇത് പ്രോത്സാഹിപ്പിക്കുന്നത്? ഓപ്ഷൻ എ ഒബീഡിയൻസ് അനുസരണം. ഓപ്ഷൻ ബി ഇൻക്വയറി ആൻഡ് ക്യൂരിയോസിറ്റി അന്വേഷണവും ജിജ്ഞാസയും. ഓപ്ഷൻ സി റോട്ട് മെമ്മറൈസേഷൻ കാണാപ്പാഠം പഠിക്കൽ. ഓപ്ഷൻ ഡി ഇൻഡിസിപ്ലിൻ അച്ചടക്കമില്ലായ്മ. ശരിയായ ഉത്തരം നമുക്കറിയാം. ഓപ്ഷൻ ബി ആണ്. അന്വേഷണവും ജിജ്ഞാസയും, ഇൻക്വയറി ആൻഡ് ക്യൂരിയോസിറ്റി. എന്തുകൊണ്ട് എന്നതുപോലുള്ള ചോദ്യങ്ങൾ പ്രകൃതി പ്രതിഭാസത്തെക്കുറിച്ച് അന്വേഷിക്കാനും ചിന്തിക്കാനുമുള്ള കുട്ടികളുടെ ജിജ്ഞാസയെ ഉണർത്തുന്നു. ഇപ്പോൾ ഒരു കാര്യം കാണുമ്പോൾ കുട്ടികൾ എന്ത് ചോദിക്കും? അതെന്താണ്, അതെങ്ങനെ സംഭവിക്കുന്നു എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മളൊരു ചോദ്യം കൊടുക്കുകയാണ്, എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ എന്ത് ചെയ്യും? അതിനെപ്പറ്റി അന്വേഷിക്കും, അവർക്കതിന് ക്യൂരിയോസിറ്റി ഉണ്ടാകും, എൻക്വയറി ചെയ്യുകയും ചെയ്യും. ഈ വീഡിയോയിൽ സയൻസ് പെഡഗോഗിയുടെ 30 MCQ ക്വസ്റ്റ്യൻസ് നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞു. ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാവരും ഈ വീഡിയോ ഫുള്ള് കാണുക, ഇതൊക്കെ പഠിക്കുക. അപ്പോൾ എല്ലാവരും കേട്ടത് എക്സാം വിജയിക്കട്ടെ. വീണ്ടും ഒരു വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.